നിങ്ങൾ ചെറിയ സാലറി വാങ്ങിക്കുന്നവരാണോ? ചെറിയ ഇൻകം മാത്രം നിങ്ങൾക്കുള്ളോ? എങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് 7 തിങ്സ് യു ഷുഡ് നോട്ട് ഡു ഇഫ് യു ആർ എ ലോ ഇൻകം ഏർണർ. നമുക്ക് വളരെ ചെറിയ ശമ്പളത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാതിരിക്കുക. ഇത് പിന്നീടുള്ള നിങ്ങളുടെ ഗ്രോത്തിനെയും നമുക്ക് കഷ്ടപ്പെട്ട് തിങ്ങി ഞെരുങ്ങി നമ്മളെ ജീവിതം അങ്ങനെ ജീവിച്ചു പോകണമല്ലോ എന്നോർത്ത് ജീവിക്കേണ്ട പോലെ ആയിപ്പോവും. സോ ജീവിതം നമുക്കൊന്നേ ഉള്ളൂ. അത് മാക്സിമം നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതാക്കാം. ഒന്നാമത്തെ കാര്യം, ഡോണ്ട് ബൈ എ കാർ എന്നുള്ളതാണ്. നമുക്ക് EMIയിൽ കാർ ഓപ്ഷൻ മേടിക്കാൻ എപ്പോൾ വേണേലും ആർക്ക് വേണേലും വേഗം പോയി മേടിക്കാം. പക്ഷേ EMIയിൽ വാങ്ങിച്ച് 5 തൊട്ട് 7 വർഷം വരെ നമ്മളിടും. പെട്ടെന്ന് വേഗം കൂട്ടി അടയ്ക്കാമല്ലോ എന്നൊക്കെയുള്ള ധാരണയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ചിലവുകളും കാര്യങ്ങളും ചെറിയ ഇൻകവും ഒരു ഇൻകത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. മെയിൻ്റെനൻസ്, ഇൻഷുറൻസ് ഇതുപോലെയുള്ളവയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരും. നമ്മുടെ വീട്ടിൽ നമുക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുട്ടിയും കൂടെ നോക്കുന്നതിൻ്റെ അതേ ചിലവ് തന്നെ നമ്മുടെ ഈ ഒരു കാറിനും കൂടെ വരും. അതിൽ കൂടിയെങ്കിലേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഡോണ്ട് ബൈ എ ഹൗസ് എന്നുള്ളതാണ്. വീടെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ആ വീട് വാങ്ങിക്കാൻ നിങ്ങളുടെ കയ്യിൽ പണം 3/4 ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു എക്സ്ട്രാ നമുക്ക് വേഗം തീർക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ മാത്രം ഒരു വീട് മേടിക്കാം. വീട് മേടിക്കുന്നതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാമല്ലോ. ആ വീട് ഒരു ഡെഡ് അസറ്റാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുക. നമുക്ക് ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്കൊരു ഒരു നല്ല ഏരിയയിലാണ് നിങ്ങളുടെ വീട് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു നഴ്സറി ടീച്ചർ അല്ലെങ്കിൽ ഒരു KG സ്കൂളോ ഒക്കെ തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ആ വീടിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. റെൻറ്റിന് വിടാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, കട റൂമുകൾ കെട്ടി റെൻറ്റിന് വിടാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് ഇൻകം കിട്ടുന്ന വീടൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീടിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ചുമ്മാതെ വീടിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കടം വാങ്ങിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ മനസ്സമാധാനത്തിൽ അവിടെ കിടക്കാൻ പറ്റില്ല. 65 വയസ്സ് വരെ നമ്മൾ ഈ ലോണ് അടച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. മൂന്നാമത്തെന്ന് പറയുന്നത് ഡോണ്ട് ബൈ എക്സ്പെൻസീവ് ഗാഡ്ജറ്റ്സ്, തിങ്സ് എന്നുള്ളവയാണ്. വളരെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകൾ, മൊബൈൽ ഫോൺ എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള വളരെ വില കുറഞ്ഞ മാന്യമായ രീതിയിലുള്ള ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു വാച്ച് എന്നിവ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി ഒന്നും വാങ്ങിക്കാതിരിക്കുക. അത് നമ്മളെ മനസ്സമാധാനമില്ലാത്തൊരു ജീവിതവും ഫിനാൻഷ്യലായിട്ട് ഒരു തരത്തിൽ നമ്മളെ വളരാൻ അനുവദിക്കാത്തൊരു കാര്യവുമാണ്. നാലാമത്തേന്ന് പറയുന്നത് ഡോണ്ട് ഗോ ഷോപ്പിംഗ് വിതൗട്ട് ബഡ്ജറ്റ്. എപ്പോഴും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് തന്നെ, ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ ഒരു ബഡ്ജറ്റ് തീർച്ചയായിട്ടും തയ്യാറാക്കുക. എത്ര രൂപ മാറ്റി വെക്കണം, എത്ര രൂപ സേവ് ചെയ്യണം, എത്ര രൂപ എക്സ്പെൻസ് ചെയ്യണം എന്നുള്ള കാര്യം പക്കയായിട്ട് പ്ലാൻ ചെയ്യുക. പെട്ടെന്ന് അഡീഷണലി നമുക്കൊരു ചിലവോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ചെറിയ ശമ്പളമുള്ള ആൾക്കാർ പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക. അടുത്തത് ഡോണ്ട് യൂസ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. കയ്യിൽ പൈസ കൊണ്ട് മാത്രം നമ്മൾ ചിലവാക്കുക. അല്ലെങ്കിൽ എന്തൊരു സാധനം മേടിക്കാൻ പോകുക. ഷോപ്പിംഗ് മോളിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കാർഡുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ ഇത് വാങ്ങിക്കാം, കാർഡ് ഉണ്ടല്ലോ, അടുത്ത മാസം അടച്ചാൽ മതിയല്ലോ എന്ന് തോന്നും. അങ്ങനെ വാങ്ങിക്കാതിരിക്കാൻ പരമാവധി നമ്മുടെ കയ്യിൽ കാശ് മാത്രം ഉപയോഗിക്കുക. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത്. അടുത്തതെന്ന് പറയുന്നത് ഡോണ്ട് ബിലീവ് ഇൻ ഓൺലി വൺ ഇൻകം. നിങ്ങളൊരു ലോ ഇൻകം ഏർണർ ആണെന്നുണ്ടെങ്കിൽ സൈഡ് ഇൻകം കണ്ടുപിടിക്കാൻ നോക്കുക. ചെറിയ എന്തെങ്കിലും ട്യൂഷൻ എടുത്ത് കൊടുത്ത്, ചെറിയ എന്തെങ്കിലും ബിസിനസ് ചെയ്ത്, ഫ്രീലാൻസ് ചെയ്തൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഒരു ഇൻകം വെച്ച് ഒരിക്കലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2-3 സൈഡ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. അടുത്തത് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ലാതെ നല്ല രീതിയിൽ പോകണമെങ്കിൽ സമയം ഒരു വലിയ വില്ലൻ തന്നെയാണ്. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് വെക്കരുത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം തീരുമാനിച്ചോ, ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കണോ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തോ, പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അതായത് സമയം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. പുതിയ സ്കില്ല് പഠിക്കണോ, നിങ്ങളുടെ ജോബിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ സ്കില്ല് പഠിക്കുക. സമയം വേസ്റ്റ് ചെയ്യരുത്. നാളത്തേക്ക് നീട്ടി വെച്ചാൽ നമ്മളത് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സിറ്റുവേഷനും അത് അങ്ങനെയായി. ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഫിനാൻഷ്യലി എല്ലാവരും നല്ല രീതിയിൽ ഡെവലപ്പ് ആകട്ടെ. എല്ലാവരും ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.